Hi everyone, welcome to Examigo Super Duper Classes. Yes, നമ്മൾ അങ്ങനെ വളരെയധികം പരിശ്രമത്തിന് ശേഷം ഓർഗാനിക് കെമിസ്ട്രി 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി പുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. യെസ് ഗൈസ്, നമ്മൾ അടുത്ത സെക്കൻഡ് ചാപ്റ്ററിലേക്ക് എത്തുകയാണ്. സോ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നാണ്. സോ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ 3 വീഡിയോസായിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്തത്. അത് എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ ചാപ്റ്റർ നന്നായി പഠിക്കാൻ വേണ്ടി ആ വീഡിയോസ് യൂസ് ചെയ്യാം. അതിനൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ക്ലാസ് ഇടുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. ദി കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. യെസ്, ഇവിടെ ടെക്സ്റ്റിൽ ദാണ്ടെ കുറച്ച് ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ആൾക്കാരെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഡ്രഗ്സ് എന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന മരുന്നുകൾ എന്ന് പറയുന്ന ഒരു രീതിയാണ്. മെഡിസിനൽ കെമിസ്ട്രി എന്ന് കേട്ടിട്ടില്ലേ? നമ്മളിന്ന് കഴിക്കുന്ന പാരസെറ്റാമോളും സെട്രിസിനും ഒക്കെ എന്തിൽ വരുന്നതാ? കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻസ് ആണ്. സോ നമുക്ക് അഭിമാനിക്കാം, നമ്മൾ ഇതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. ഓ വാവ് അല്ലേ. സോ നെക്സ്റ്റ് പോളിമേഴ്സ് എന്തിൽ വരുന്നതാണ്? നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് പോളിമേഴ്സ് എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? ചിലപ്പോൾ ഈ മൊബൈൽ ഫോൺ തന്നെ പോളിമേഴ്സ് കൊണ്ടിട്ട് ഉണ്ടാക്കിയേക്കുന്നതായിരിക്കും. അതിൻ്റെ പ്ലാസ്റ്റിക് ബോഡീസ്, ബാക്കി കാര്യങ്ങളൊക്കെ, പ്ലാസ്റ്റിക് കവർ, പോളിമേഴ്സ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പോളിമേഴ്സ് ഉപയോഗിക്കാത്ത ഒരു സാധ്യത ഇല്ല. എപ്പോഴും പോളിമേഴ്സിനെ കാണുന്നുണ്ട് അല്ലേ? PVC പൈപ്പ് ഇല്ലാണ്ട് ടാപ്പ് തുറന്നാൽ വെള്ളം വരുമോ? ഇല്ല. സോ അങ്ങനെ PVC പൈപ്പ് ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും അതൊക്കെ പോളിമേഴ്സിന് എക്സാമ്പിളാണ്. സോ അതൊക്കെ എവിടെ വരുന്നതാണ്? നമ്മൾ പഠിക്കുന്ന കെമിസ്ട്രിക്കകത്തുള്ളതാണ്. സോ ക്ലിയർ. ദെൻ ഫ്യൂവൽസ് അല്ലേ? ഹൈഡ്രോ കാർബൺസ് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താ ഹൈഡ്രോ കാർബൺസ് എന്ന് ചോദിച്ചാൽ കാർബൺ ഹൈഡ്രജനോടുള്ള കോമ്പൗണ്ട്സിനെ അല്ലേ ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിച്ചത്. സോ ഫ്യൂവൽസ്, പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്രോളും ഡീസലും ഒക്കെ കേട്ടിട്ടില്ലേ? സോ അതെല്ലാം ഹൈഡ്രോ കാർബൺസ് ആണ്. ഈവൻ മണ്ണെണ്ണ പോലും നമ്മുടെ കാർബൺ കോമ്പൗണ്ട്സ് ആണ്. യെസ്, കെറോസിൻ, ബാക്കി ഐറ്റംസ് എല്ലാം അത്യാവശ്യം ഇതെല്ലാം നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഇതിൽ വരുന്ന ഹൈഡ്രോ കാർബൺസിൽ വരുന്നതാണ്. ദെൻ പ്ലാസ്റ്റിക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പോളിമേഴ്സിൻ്റെ അവിടെയുള്ള പ്ലാസ്റ്റിക്, പോളിത്തീൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ. ദെൻ പെയിൻറ്റും നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. കെമിക്കൽസ് കലക്കിയിട്ടാണ് ഉണ്ടാകുന്നത്. ക്ലോത്തിങ്. യെസ്, നമുക്ക് കുറച്ചുകൂടെ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഈ ഡൈസും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ പഠിക്കാനുണ്ട്. നമ്മുടെ ജെംസ് മിഠായി ഒക്കെ ഇല്ലേ? എല്ലാവരും ജെംസ് മിഠായി കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്ത് കഴിക്കാം. ജെംസ് മിഠായി കഴിക്കുന്നു. അതിന് കളറ് പച്ച കളറായിരുന്നു. ആ പച്ച കളറ് മാറിയിട്ട് ഇപ്പം ചോക്ലേറ്റ് അതിനകത്ത് കണ്ടു. ആ പച്ച അതൊക്കെ എല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഫുഡ് ഡൈസ് എന്നൊക്കെയാണ് എനിക്ക് പറയുന്നത്. സോ എല്ലാം ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഓർഗാനിക് കോമ്പൗണ്ട്സിന് നമ്മുടെ നിത്യജീവിതത്തിൽ. സോ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ഉണ്ടല്ലോ. ഈ എക്സാമ്പിൾസ് ഒക്കെ നമ്മുടെ ടെക്സ്റ്റിൽ ഡയറക്റ്റായിട്ട് പറയുന്നതാണ്. ഇൻട്രൊഡക്ഷൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഓർഗാനിക് കെമിസ്ട്രിക്ക് നമ്മുടെ സൊസൈറ്റിയിൽ അത്യധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക്, ഇതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. യെസ്, നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ? എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റിയാക്ഷൻസ്. ഓക്കെ, an atom or group of atoms is replaced with another atoms or group of atoms in a compound. അപ്പോൾ എന്താ അവിടെ നടക്കുന്നത്? ആറ്റംസ് റീപ്ലേസ് ചെയ്യാനല്ലേ? നമുക്ക് എക്സാമ്പിളിലോട്ട് നോക്കാം. ആദ്യമേ വന്ന് ഡെഫിനിഷൻ പറഞ്ഞിട്ട് ഓർഗാനിക് കെമിസ്ട്രി പാടാണ് എന്ന് പറയുന്നതിലും നല്ല നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് പോകാം. സോ ഈ കോമ്പൗണ്ട് എന്താ? ഒരു എക്സാമ്പിൾ എഴുതി, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഈ കോമ്പൗണ്ട് എന്താടാ പറഞ്ഞേ? CH4 മീതെയിൻ ആണ്. മീതെയിൻ അടുത്ത ആളാരാ? Cl2 അല്ലേ? 2 ക്ലോറിൻ ആറ്റംസ് അവിടെ ഉണ്ട്. സോ Cl2 ആണ്. അപ്പോൾ എന്തൊക്കെ തമ്മിൽ അവിടെ റിയാക്ട് ചെയ്യുന്നത്? ഇവിടെ നമ്മുടെ മീതെയിൻ ഉണ്ട്, പിന്നെ ക്ലോറിൻ ഉണ്ട്. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ മീതെയിനിലെ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ക്ലോറിൻ വരും അല്ലേ? അതല്ലേ അവിടെ നടന്നത്? സോ ഞാനിത് മായ്ക്കാം കാണാത്തതുകൊണ്ട്. ഓക്കെ, ക്ലിയർ. അപ്പോൾ അവിടെ നടന്ന മാറ്റം എന്ന് പറയുന്നത് എന്താ? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ? ഇനി നമുക്ക് ഡെഫിനിഷനിലോട്ട് നോക്കാം. ആൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. അപ്പോൾ ഈ കേസിൽ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു ആറ്റം അല്ലേ വന്നത്? ആൻ ആറ്റം ഈസ് റീപ്ലേസ്ഡ് വിത്ത് ആൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. സോ നമുക്ക് ആറ്റം എന്ന് പറയാം. ആറ്റം ഈസ് റീപ്ലേസ്ഡ് വിത്ത് അനദർ ആറ്റം ഇൻ എ കോമ്പൗണ്ട്. അപ്പോൾ എന്താ? സിമ്പിളായിട്ടൊന്ന് പറഞ്ഞേ. ആൻ ആറ്റം ഈസ് റീപ്ലേസ്ഡ് വിത്ത് അനദർ ആറ്റം ഇൻ എ കോമ്പൗണ്ട് അല്ലേ?
സോ ഇവിടെ എന്താ സംഭവിച്ചത്? മീത്തൈൻ എന്ന് പറയുന്ന CH4 ഉണ്ടായിരുന്നു. അയാൾ Cl2ൻ്റെ പ്രസൻസിൽ, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഇരുന്നപ്പോൾ Cl2 കൂടെ ആഡ് ചെയ്തിട്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഇരുന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? Cl4 എന്നറിയപ്പെടുന്ന CL4 അല്ല CH4 എന്നറിയപ്പെടുന്ന മീത്തൈനിൽ നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ആ സ്ഥലത്തേക്ക് ഒരു ക്ലോറിൻ വന്നു അല്ലേ? ഒരു ആറ്റം മറ്റൊരു ആറ്റത്തെ റീപ്ലേസ് ചെയ്തു. ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റം മീത്തൈനിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തു അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് ഡെഫിനിഷൻ ക്ലിയർ ആയില്ലേ? സക്സസ്ഫുൾ അല്ലേ? പഠിക്കാൻ വളരെ സിമ്പിൾ അല്ലേ? അത് എക്സാമ്പിൾസ് നോക്കി പഠിക്കണമെന്ന്. എക്സാമ്പിൾസ് മാത്രം പഠിച്ചു വെച്ചാൽ ഒരു ഗുണം കൂടിയുണ്ട്. നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ ഓർമ്മ വന്നില്ല, എക്സാമ്പിൾ എഴുതി കൊടുത്താൽ അത്യാവശ്യം മാർക്ക് കിട്ടും. സോ ദിസ് ഈസ് ഓർഗാനിക് കെമിസ്ട്രി സോ പവർഫുൾ. അത്രയ്ക്ക് പവർഫുള്ളാണ്. കെമിക്കൽ റിയാക്ഷൻസ് അറിയണം കേട്ടോ. ഡെഫിനിഷൻ മാത്രം എഴുതിയാലും വലിയ കാര്യം ഇല്ലെന്നല്ല, ഓർഗാനിക് റിയാക്ഷൻസിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ ഫസ്റ്റ് എക്സാമ്പിൾസ് നോക്കിക്കേ. ഇവിടെ CH4 എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. Cl2 വന്നു, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ വന്നു. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തെ റീപ്ലേസ് ചെയ്തിട്ട് ആര് കടന്നു വന്നു? ക്ലോറിൻ കടന്നു വന്നു അല്ലേ? പിന്നെ HCl. ഇവിടുത്തെ മെയിൻ പ്രോഡക്റ്റ് ആദ്യത്തെ കോമ്പൗണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ HCl-നെ കുറിച്ച് കൂടുതലും പറയത്തെ. HCl എന്താ? ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ? കണ്ടിട്ടുണ്ടോ? യെസ്, കണ്ടിട്ടില്ലായിരിക്കും. സോ കാണാൻ വഴിയില്ല. സ്കൂളിലുണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, അവരുടെ അടുത്ത് കാണിക്കും. സോ ഇറ്റ്സ് ഹൈലി കോൺസെൻട്രേറ്റഡ് സാധനമാണ്, കയ്യിലൊന്നും വീഴ്ത്തരുത്. സോ അങ്ങനെ അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിച്ചല്ലോ. ഒരാറ്റം വന്നു. ആ ആറ്റം എന്ന് പറയുന്നത് മറ്റൊരു കോമ്പൗണ്ടിൽ ഒരാറ്റത്തെ റീപ്ലേസ് ചെയ്തിട്ട് കടന്നു വന്നു. ഇനി നമുക്ക് നമ്മുടെ ഇതെല്ലാം വായിച്ച് കളയാം. നമുക്ക് ഇനി ഡെഫിനിഷൻ വായിക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ആൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് അനദർ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി അവിടെ ഡൗട്ടും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. യെസ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം, ഇത് എക്സാമ്പിൾ പഠിക്കണം. ആ എക്സാമ്പിളാണ് നമ്മളിവിടെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. നോക്കിക്കേ, അവിടെ ഞാനൊരു കാര്യം ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. ബാക്കി എവിടെ ഗൈസ്? സോ ഈ റിയാക്ഷൻ ആക്ച്വലി ഇത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന ഒരു റിയാക്ഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. CH4 Cl2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പം ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഒരു ക്ലോറിൻ വരും. അതല്ലേ നമുക്ക് ഇവിടെ ബോർഡിൽ കാണാൻ പറ്റുന്നത്. യെസ്, ആ റിയാക്ഷൻ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ആ റിയാക്ഷൻ പിന്നെയും ഇപ്പം നമുക്ക് കിട്ടിയ കോമ്പൗണ്ട് ഏതാ? നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണോ ഈ കോമ്പൗണ്ടിൻ്റെ പേര്? ഒരു ക്ലോറിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹാലോ കോമ്പൗണ്ട് അല്ലേ? ഹാലോ ആൽക്കെയിൻ അല്ലേ? അപ്പോൾ എന്താ? ക്ലോറോ മീതെയിൻ എന്നല്ലേ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റിൻ്റെ പേര്? സോ ദിസ് ഇസ് ക്ലോറോ മീതെയിൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേരൊക്കെ പഠിക്കാനൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ വളരെ നന്നായി പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ ക്ലോറോ മീതെയിൻ ഫോം ചെയ്തു. അപ്പം നമുക്ക് പേര് വെച്ചിട്ടൊന്ന് ഡിസ്കസ് ചെയ്താലോ ഈ റിയാക്ഷൻ എന്താ? മീതെയിൻ ക്ലോറിനുമായിട്ട്, മീതെയിൻ വിച്ച് ഇസ് റിയാക്റ്റഡ് വിത്ത് ക്ലോറിൻ, യെസ് ക്ലോറിൻ ഗ്യാസ്, ഓക്കെ, ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? വി ഗോട്ട് ക്ലോറോമീതെയിൻ. സോ സച്ച് റിയാക്ഷൻസ് ആർ നൗൺ ആസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. വാവ്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണ് സാർ നടക്കുന്നത്? ഒരു ആറ്റം വരുന്നു, മറ്റൊരു കോമ്പൗണ്ടിൽ ഒരു ആറ്റത്തെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ കയറിയിരിക്കുന്നു. സോ അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. വിത്ത് എക്സാമ്പിൾ പഠിച്ചു. അപ്പോൾ ഈ റിയാക്ഷൻ ഇവിടെ കൊണ്ട് തീരുന്നില്ല. അപ്പം ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് വലുതാക്കി മുകളിൽ എഴുതി വെച്ചേക്കുന്നത്. CH4 Cl2 റിയാക്ട് ചെയ്തപ്പോൾ CH3Cl HCl ഫോം ചെയ്തു. എന്നിട്ട് നമ്മുടെ CH3Cl ഉണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ CH3Cl എടുത്തു. ആ CH3Cl അടുത്ത Cl2 റിയാക്ട് ചെയ്തു. എന്തിൻ്റെ പ്രസൻസിലാണ്? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ. അപ്പോൾ എന്ത് മാറ്റം സംഭവിക്കും? ആ CH3Cl എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൽ ഒരു ഹൈഡ്രജനെയും കൂടെ മാറ്റിയിട്ട് ഒരു ക്ലോറിനും കൂടെ കയറി വരും. അപ്പോൾ അതിനെങ്ങനെയാണ് വായിക്കുന്നത്? CH2Cl2 അല്ലേ? CH2Cl2 ആയിട്ട് മാറി. ആ CH2Cl2ൻ്റെ പേരെന്താ? ഓക്കെ, അനദർ ക്വസ്റ്റ്യൻ. 2 ക്ലോറിൻ ഉണ്ടല്ലോ, അപ്പം ഡൈക്ലോറോമീതെയിൻ എന്ന് വിളിക്കാം. ഓക്കെ, ഡൈക്ലോറോമീതെയിൻ. ഇനി ആ CH2Cl2 നമ്മളെടുത്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും? CH2Cl2. ഈ റിയാക്ഷൻ പഠിച്ചു നോക്കണേ, ടെക്സ്റ്റിലുണ്ടേ, ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഒരു രസത്തിന് പറയുന്നതല്ല കേട്ടോ. CH2Cl2 അടുത്ത ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തു. Cl2 ആയിട്ട് റിയാക്ട് ചെയ്തു. എന്തിൻ്റെ പ്രസൻസിൽ? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ. അപ്പം നമുക്ക് ഒരു ക്ലോറിനോട് വരും അല്ലേ? അപ്പം ഒരു ഹൈഡ്രജനോട് മാറിയിട്ട് ഒരു ക്ലോറിനോട് വരും. അപ്പോൾ എന്ത് ചെയ്യും? CH2 ഉണ്ടായിരുന്നു, അത് CH ആയിട്ട് മാറി, ഒരു ക്ലോറിൻ കൂടി CHCl3. ഓക്കെ, നമ്മൾ IUPAC നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് പഠിച്ചതാണ്. സോ പേര് പറയൂ, കമൻറ്റ് ബോക്സിൽ പറയൂ, വേഗം പറയൂ. സമയം തരില്ല, നിങ്ങൾ ഇത്ര എക്സ്പ്രസ് സ്പീഡിൽ പറയണം അല്ലേ? നമ്മളിതൊരു ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതല്ലേ, നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ചല്ലേ. CHCl3യുടെ പേരെന്താ? ട്രൈക്ലോറോമീതെയിൻ. 3 ക്ലോറിൻ ഉണ്ട്. സോ ട്രൈക്ലോറോമീതെയിൻ. വാവ്, ഇത്ര എളുപ്പമായിരുന്നോ ഈ ഓർഗാനിക് കെമിസ്ട്രി? എന്നിട്ടാണോ ഇത്ര പാടാന്നൊക്കെ പറഞ്ഞത്? എക്സാമിന് എഴുതി കൊടുക്കണം കേട്ടോ, എന്നാലും മാർക്കൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത 4ാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഈ CHCl3 ഉണ്ടല്ലോ, CHCl3. ഈ CHCl3 എന്ന് പറയുന്നത് അടുത്ത Cl2 റിയാക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഉള്ള ആകെ ഒരു CHCl3 അതൊരു ഹൈഡ്രജനേ ഉള്ളൂ. ആ ഹൈഡ്രജനെ കൂടെ എടുത്ത് മാറ്റിയിട്ട് അടുത്ത ക്ലോറിൻ വരും.
CCl4 ഫോം ചെയ്യും. CCl4. സോ CCl4ൽ അവിടെ മിക്സ് ആയിപ്പോയല്ലോ എഴുതിയത്. CCl4. യെസ്, എവിടെ? അയ്യോ, CCl4. യെസ്, CCl4 ടെട്രാ ക്ലോറോമീഥൈൻ എന്ന് പറയും. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന. കാർബൺ ടെട്രാക്ലോറൈഡ് സാധാരണ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സോൾവെൻറ്റ്, ഒരു റിയേജൻ്റ് ആണ് ലാബിലൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ലാബിലൊന്നും അധികം കയറിയിട്ടില്ലല്ലോ സാറിൽ. നിങ്ങളുടെ സ്കൂളിലുള്ള ലാബിലൊന്നും CCl4 ഒക്കെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ആ റിയാക്ഷൻ പഠിച്ചല്ലോ. നമുക്ക് ഇവിടുന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്ന സാധനം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണ്. ഒരാറ്റം മറ്റൊരാറ്റത്തെ റീപ്ലേസ് ചെയ്യുന്നു പിന്നെ കോമ്പൗണ്ട്, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഡെഫിനിഷൻ പക്ക പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിലെ ഡെഫിനിഷൻ തന്നെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ബാക്കി എവിടെയെന്ന് ചോദിച്ച ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ റിയാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന റിയാക്ഷനാണ്, ടെക്സ്റ്റിൽ പറയുന്നതാണ്. അപ്പോൾ ഈ 4 സ്റ്റെപ്പും പഠിച്ചു വെക്കുക. ഇതെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. അത് മറക്കരുത് കേട്ടോ. അപ്പം ഞാനിപ്പം ഏത് എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറഞ്ഞു തന്നേ? യെസ്, മീത്തൈൻ അല്ലേ. CH4 എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്തേ? Cl2. നമുക്ക് എന്താ കിട്ടിയേ? CH3Cl അല്ലേ, ക്ലോറോമീത്തൈൻ കിട്ടി. യെസ്, എല്ലാവർക്കും ഓർമ്മയുണ്ട്. യെസ്, എല്ലാവർക്കും ഓർമ്മയുണ്ട്. അപ്പോൾ ഓക്കെ, കഴിഞ്ഞു. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ കുറിച്ചിട്ട് ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. ഇത്രയൊക്കെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ഗായ്സ്, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത അഡിഷൻ റിയാക്ഷൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. ആഡ് ചെയ്യുന്ന റിയാക്ഷൻസ് അല്ലേ? യെസ്, ഓക്കെ. അഡിഷൻ റിയാക്ഷൻസ്. അഡിഷൻ എന്ന് വെച്ചാൽ ആഡ് ചെയ്യുക എന്നല്ലേ. സോ ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അഡിഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ ആഡ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. നമ്മുടെ പുസ്തകത്തിൽ, നമ്മുടെ ടെക്സ്റ്റിൽ അവർ തന്നേക്കുന്നത് കുറച്ച് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സും തന്നിട്ടുണ്ട്. യെസ്, കാണാൻ കഴിയുന്നുണ്ടല്ലോ. യെസ്, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്, സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. ഓക്കെ, ഇവിടെ നടക്കുന്ന മാറ്റം. അഡിഷൻ റിയാക്ഷൻസ് തന്നിട്ട് നമുക്ക് തന്നേക്കുന്ന ടെക്സ്റ്റിൽ തന്നേക്കുന്ന ഇക്വേഷൻസ് ആൽക്കീൻസും ആൽക്കൈൻസും ഒക്കെ തരും. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ആൽക്കീൻസ് എന്ന് വെച്ചാൽ എന്താ? കാർബൺ ഡബിൾ ബോണ്ടാണ്. അപ്പോൾ കാർബൺ ഡബിൾ ബോണ്ട് വരുന്ന ആൽക്കീൻസ് ഒരു അഡിഷൻ റിയാക്ഷന് വിധേയമായാൽ അവിടെ കാർബൺ ഡബിൾ ബോണ്ട് മാറിയിട്ട് കാർബൺ സിംഗിൾ ബോണ്ടായിട്ട് മാറും. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. കാർബൺ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്നാണ്. അപ്പം ആൽക്കീനും അതായത് ഡബിൾ ബോണ്ട് വരുന്നതും ആൽക്കൈനും ട്രിപ്പിൾ ബോണ്ട് വരുന്നതും. അപ്പോൾ കാർബൺ ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടിനെ, ട്രിപ്പിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കും? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്നാണ് വിളിക്കുന്നത്. കാർബൺ സിംഗിൾ ബോണ്ട് വരുന്നതിനെ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് വിളിക്കും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. സോ നമ്മുടെ ടെക്സ്റ്റിൽ 2-3 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. എടാ മക്കളെ പറഞ്ഞേ, CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുമ്പോൾ എന്താ? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണോ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണോ? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. എന്തുകൊണ്ട്? അവിടെ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടായതുകൊണ്ട്. ഇനി അടുത്ത കോമ്പൗണ്ടിലേക്ക് നോക്കിക്കേ. CH ട്രിപ്പിൾ ബോണ്ട് CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കാർബൺ എന്താ തമ്മിൽ എന്ത് ബോണ്ടാണ്? സിംഗിൾ ബോണ്ട് ആണോ? അല്ലല്ലോ, ട്രിപ്പിൾ ബോണ്ട് അല്ലേ. അപ്പോൾ അതും എന്താ? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണോ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണോ? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണല്ലേ. യെസ്, ഇനി ഞാൻ വേറൊരു കോമ്പൗണ്ട് എഴുതട്ടെ. എവിടെ? ഒരു സെക്കൻഡ്. യെസ്, അടുത്തൊരു കോമ്പൗണ്ട് എഴുതാണ്. CH3CH3. യെസ്, ഇതിൻ്റെ പേരൊന്ന് പറയാമോ ഗൈസ്? 2 കാർബണൽ ആൽക്കീനാണ്. ഈതൈൻ ആണ് തന്നിട്ടുള്ളത്. സോ ഇതെന്താണ്? അൺസാച്ചുറേറ്റഡ് ആണോ സാച്ചുറേറ്റഡ് ആണോ? യെസ്, സാച്ചുറേറ്റഡ് ആണ് അല്ലേ. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ മീനിങ്? അവിടെ കാർബൺ സിംഗിൾ ബോണ്ടാണ്. ഇവിടെ നമ്മൾക്ക് കാർബൺ ട്രിപ്പിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ എങ്ങാനും പ്രസൻ്റ് ആണോ? അല്ലല്ലോ, കാർബൺ സിംഗിൾ ബോണ്ട് അല്ലേ ഉള്ളൂ. CH3 ബോണ്ട് CH3-ക്കകത്ത്. യെസ്, അതൊരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്. സോ അഡിഷൻ റിയാക്ഷൻസ്. ഓക്കെ, അഡിഷൻ റിയാക്ഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇനിയൊന്ന് നോക്കിക്കേ. അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് കമ്പൈൻസ് വിത്ത് certain molecules to form saturated compounds. അപ്പോൾ ആക്ച്വലി അഡിഷൻ റിയാക്ഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തുമാത്രം അറിഞ്ഞാൽ മതി? ഒരു ബേസിക് ആയിട്ട് നോളജ് ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ ഞാൻ ഈ മുകളിൽ എഴുതിയേക്കുന്ന ഈ ഒരു ടേബിളില്ലേ, ആ ടേബിൾ മീൻസ് ഈ ബോക്സിലിട്ടേക്കുന്ന സാധനം, ബോക്സിലിട്ടേക്കുന്ന എന്താ? ഇത്രയും ടോപ്പിക്ക്. ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ നമുക്ക് അഡിഷൻ റിയാക്ഷൻ്റെ ഡെഫിനിഷൻ എഴുതാൻ പറ്റും. അഡിഷൻ റിയാക്ഷൻ്റെ ഡെഫിനിഷൻ ഇനി എന്താ തന്നേക്കുന്നത് നോക്കേ, താഴെ എഴുതിയേക്കുന്നത് വായിച്ച് നോക്കിക്കേ. അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്
ചില മോളിക്യൂൾസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പം സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് കിട്ടും. സോ സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് അഡിഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് സിംഗിൾ ബോണ്ടായിട്ട് മാറും. എവിടെ, കാർബണിൽ അല്ലേ, കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് സിംഗിൾ ബോണ്ടായിട്ട് മാറും. യെസ്, അത്രയേ ഉള്ളൂ അവിടുത്തെ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഡെഫിനിഷൻ മനസ്സിലായി. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോയാലോ. നമുക്ക് എക്സാമ്പിൾ നോക്കാം, എന്തൊക്കെ എക്സാമ്പിളാണ് തന്നേക്കുന്നതെന്ന്. സോ ഇവിടെ CH2 എന്ന് പറഞ്ഞിട്ടുള്ള ബോണ്ട് വന്നിട്ടുണ്ട്. അവിടെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഹൈഡ്രജൻ കൂടെ ആഡ് ചെയ്യുന്നു. എന്താ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തത്? നിക്കലാണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ നിക്കൽ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തപ്പോഴത്തേക്ക് ആ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് എന്നുള്ളത് മാറിയിട്ട് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് എന്നുള്ളതായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ആ ഒരു റിയാക്ഷൻ എഴുതാൻ പഠിക്കണം. എക്സാമ്പിളാണ്, അഡിഷൻ റിയാക്ഷന് വളരെ നല്ലൊരു എക്സാമ്പിളാണത്. CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന ആൾ H2വുമായിട്ട് റിയാക്ട് ചെയ്തു. എന്തിൻ്റെ പ്രസൻസിൽ? നിക്കൽ അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തു. ഒരു റിയാക്റ്റിൻ്റെ പ്രോഡക്റ്റായിട്ട് മാറ്റുന്നതിനെ ഫേവർ ചെയ്യുന്ന ആൾക്കാർ കാറ്റലിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. സോ അവിടെ CH3 കിട്ടി അല്ലേ. മീത്തൈൻ ആണോ? 2 കാർബൺ അല്ലേ? ഈത്തൈൻ അല്ലേ? യെസ്, ഈത്തൈൻ കിട്ടി. അപ്പോൾ എന്തിൽ നിന്നാണ് ഈത്തൈൻ കിട്ടിയതൊന്ന് പറഞ്ഞു നോക്കിക്കേ. CH2 ഡബിൾ ബോണ്ട് CH2, ഈത്തീനിൽ നിന്ന് ഈത്തൈൻ കിട്ടി. യെസ്. സോ അടുത്ത കോമ്പൗണ്ട് നോക്കിക്കേ. യെസ്, സോ ഇത് CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2 പ്ലസ് നിക്കൽ CH3 കിട്ടി അല്ലേ. ഈ 2 കോമ്പൗണ്ട് 2 റിയാക്ഷനും സെയിം അല്ലേ. അപ്പോൾ നിങ്ങൾക്കിത് രണ്ടും ഒരേ റിയാക്ഷനാണ് എന്ന രീതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തത് ബോണ്ടൊക്കെ ഇട്ടിട്ട് മനസ്സിലാക്കി കാണിച്ചത്. രണ്ടാമത്തത് ഇച്ചിരൂടെ ഒരു കണ്ടൻസ് ചെയ്ത രീതിയിൽ എഴുതി തന്നത്. ഓക്കെ, ക്ലിയർ. അപ്പം റിയാക്ഷന് പഠിച്ചു. യെസ്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ ഇപ്പം അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് കമ്പൈൻസ് വിത്ത് സർട്ടൻ മോളിക്യൂൾസ് ടു ഫോം സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടില്ലേ. എന്താ, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ചില സർട്ടൻ മോളിക്യൂൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുമ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ. അതൊരു ഡെഫിനിഷനാണ് അഡിഷൻ റിയാക്ഷൻസിൻ്റെ. സോ ഈ ഡെഫിനിഷൻ പഠിച്ചു വെച്ചാൽ മതി, വളരെ സിമ്പിൾ അല്ലേ. സോ ഇത് കൂടാണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ഡയലോഗ് കൂടെ പറയുന്നുണ്ട്, അത് നോക്കുക. ഡെഫിനിഷൻ്റെ ആ ഒരു സെഷനിൽ പറയുന്നുണ്ട് അൺസാച്ചുറേറ്റഡ്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൂടെ പറയുന്നുണ്ട്, ഞാനൊന്ന് വായിക്കാം. ട്രിപ്പിൾ ബോണ്ടഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് പാർഷ്യലി കമ്പൈൻസ് വിത്ത് സ്മോൾ മോളിക്യൂൾസ് ടു ഫോം ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ഓൾസോ അഡിഷൻ റിയാക്ഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ജനറലായിട്ട് പറഞ്ഞതാ, അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് സർട്ടൻ മോളിക്യൂൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുമ്പോൾ എന്ത് ഫോം ചെയ്യും? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. സച്ച് റിയാക്ഷൻസിന് എന്ത് വിളിക്കും? അഡിഷൻ റിയാക്ഷൻസ് എന്ന് വിളിക്കും അല്ലേ. സോ അതുപോലെ ഇവർ വേറെ രീതിയിലൂടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് പഠിച്ചാൽ മതി. നമ്മുടെ ടെക്സ്റ്റിലും ഇത് ഇട്ടിട്ടാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ, ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. അപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് മറ്റേ നെക്സ്റ്റ് ഡെഫിനിഷൻ എന്താ? ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ഉണ്ട്, ട്രിപ്പിളി ബോണ്ടഡ് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ഉണ്ട്. അവരെ നമുക്ക് ഡബിൾ ബോണ്ടഡ് ആയിട്ട് മാറ്റുന്ന റിയാക്ഷൻസും എന്താണ്? അഡിഷൻ റിയാക്ഷൻസ് ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെഫിനിഷൻ പഠിച്ചാൽ മതി, മാർക്കൊക്കെ കിട്ടും, മാർക്കൊന്നും പോവില്ല. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മളൊരു അനദർ ഒരു ടേം പഠിച്ചായിരുന്നു. ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ടിനെ പാർഷ്യലി സ്മോൾ മോളിക്യൂൾസ് ആഡ് ചെയ്താൽ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടായിട്ട് മാറുന്നു അല്ലേ. സോ ഈ ഒരു സെൻറ്റൻസ് അവിടെ വന്നതുകൊണ്ടാണ് ഇത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റിലൊരു കാര്യം പറയുന്നുണ്ട്. ഒരു എന്ത് സംഭവിക്കും ഗൈസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റിൽ അങ്ങനെയല്ല, ഇത് നമ്മുടെ എക്സാമികയിൽ ഇങ്ങനെയാണ്, എന്ത് സംഭവിക്കും ഗൈസ്. സോ അങ്ങനെ പറഞ്ഞാൽ എന്താ, ഒരു ക്യൂരിയോസിറ്റി അല്ലേ. സോ ഈ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾ പഠിക്കുന്നതിൽ ഉണ്ടായാൽ A+ വാങ്ങിക്കുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ എന്തോ ഒരു സിമ്പിൾ സാധനമാണ്, ചുമ്മാ കണ്ണടച്ച് എക്സാമൊക്കെ എഴുതി വിടാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. വാ, ഞാനും 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, അന്ന് എനിക്കും ഇതൊക്കെ പാടായിരുന്നു. യെസ്, അപ്പം എന്ത് സംഭവിക്കും ഗൈസ്. യെസ്, ഞാൻ നിങ്ങളുടെ അത്രയൊന്നും പഠിക്കുന്ന വ്യക്തിയായിരുന്നില്ല കേട്ടോ 10th പഠിക്കുമ്പോൾ. ഓക്കെ, നമ്മൾ അതിലേക്ക് പറഞ്ഞു പോകുന്നില്ല. യെസ്, സോ നെക്സ്റ്റ് നമ്മളിവിടെ ഒരു കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ആ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത എന്ത് സംഭവിക്കുമെന്ന് അറിയണ്ടേ. ഇവിടെ എന്താ, CH ട്രിപ്പിൾ ബോണ്ട് CH വന്നേക്കുന്നത്. അപ്പോൾ പാർഷ്യലി H2 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് അല്ലേ, ആ ട്രിപ്പിൾ ബോണ്ട് മാറിയിട്ട് ഡബിൾ ബോണ്ട് ആയിട്ട് വരും. അപ്പോൾ ഈ 2 ഹൈഡ്രജൻ ഓരോ കാർബണിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക? CH2 ഡബിൾ ബോണ്ട് CH2. സോ ഈ CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞ ആ ഒരു കോമ്പൗണ്ട് അതെന്ത് ചെയ്യും? അതവിടെ തൊട്ടായി എഴുതിയിട്ടുള്ളത് കണ്ടോ. യെസ്, അത് എഗെയിൻ നമ്മുടെ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? Cl2 ആയിട്ട് റിയാക്ട് ചെയ്യും. യെസ്, Cl2 ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്.
അപ്പോൾ എന്ത് ചെയ്യും? എന്തായിരിക്കും അതിൻ്റെ ആൻസർ കിട്ടുക? എന്ത് സംഭവിക്കും ഗൈസ്? നമ്മൾ ഇത്രയും നേരം പഠിച്ച ടോപ്പിക്ക് വെച്ചിട്ട് അതിൻ്റെ ആൻസർ പറയാൻ പറ്റുമോ? അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറ്റിയല്ലോ. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിച്ചത്? അവിടെ ട്രിപ്പിളി ബോണ്ടഡ് സ്റ്റേറ്റ് ആയിരുന്നു കാർബൺ കാർബൺ. അവിടെ H2 ആഡ് ചെയ്തപ്പോഴത്തേക്ക് CH2 ഡബിൾ ബോണ്ട് CH2 എന്നായിട്ട് മാറി. ക്ലിയർ അല്ലേ? ഇനി ആ CH2 ഡബിൾ ബോണ്ട് CH2-നകത്തേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പോകുന്നത്? Cl2 ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഓരോ കാർബണിലും നേരത്തെ ഹൈഡ്രജൻ ആഡ് ചെയ്തതുപോലെ ഓരോ കാർബണിലും ഇപ്പോൾ എന്താ ആഡ് ചെയ്യപ്പെടും? ക്ലോറിൻ ആഡ് ചെയ്യപ്പെടും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? CH2 സിംഗിൾ ബോണ്ടായിട്ട് മാറി. ഓരോ കാർബണിലും എന്താ ആഡ് ചെയ്തു? ക്ലോറിൻ ആഡ് ചെയ്തു അല്ലേ? യെസ്. ഇതിന് പറയുന്ന പേരെന്താ? അപ്പം ഇവിടെ CH2 ആണ് നമ്മുടെ CH2 ആണ് നമ്മുടെ പേരൻ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഡൈക്ലോറോ ഈതൈൻ എന്ന് പറയാം അല്ലേ? അപ്പോൾ ഇതിന് 1 എന്നും കൊടുത്താൽ ഇതിന് 2 എന്നും കൊടുത്താൽ ഇതിൻ്റെ പേരെങ്ങനെ വരും? 1,2 ഡൈക്ലോറോ അങ്ങനെ വരില്ലേ? നമുക്ക് കുറച്ചുകൂടെ ലെഫ്റ്റിലോട്ട് എഴുതാം. 1,2 ഡൈക്ലോറോ അല്ലേ? ഈതൈൻ. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിന് മൊത്തത്തിൽ എന്താ സംഭവിച്ചത്? 2 റിയാക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ആയിരുന്നു. ഫസ്റ്റ് ട്രിപ്പിൾ ബോണ്ട് ആയിരുന്നു, സെക്കൻഡ് സ്റ്റെപ്പിൽ ഡബിൾ ബോണ്ടായി. എന്നാൽ പിന്നെ Cl2 കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ആ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായിട്ട് മാറി. സോ ഒരു ട്രാൻസിഷൻ സംഭവിച്ചു. എന്ത് ട്രാൻസിഷനാണ് സംഭവിച്ചത് സാർ? അതായത് ട്രിപ്പിളി ബോണ്ടഡ് സ്റ്റേറ്റിൽ നിന്നിട്ടുള്ളത്, അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ നമ്മുടെ ഈ തൈൻ അല്ലേ, THYN അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ സാച്ചുറേറ്റഡ് ആയിട്ട് മാറി. ഓക്കെ, ക്ലിയർ? അപ്പം അവിടെ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത് എന്താ പറയാനുള്ളത്? അടുത്ത് നമുക്ക് പോളിമറൈസേഷനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് അല്ലേ? അപ്പോൾ നമ്മുടെ പാർട്ട് 1 ഇവിടെ അവസാനിച്ചു ഗൈസ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളിലേക്കും ക്ലാസ് എത്തിച്ചു കൊടുക്കുക. നമ്മൾ കംപ്ലീറ്റ് ടോപ്പിക്സ് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഭംഗിയായി പഠിക്കട്ടെ, നല്ല ഫ്യൂച്ചർ ഉണ്ടാവട്ടെ, നല്ല മാർക്കുകൾ നേടട്ടെ, എല്ലാ വിജയാശംസകളും നേരുന്നു. ഒപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ, എല്ലാ വിദ്യാർത്ഥികളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ഈ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ, കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ കൂടി ഉൾപ്പെടുത്തി ഈ വീഡിയോസൊക്കെ എന്തുകൊണ്ട് കാണിക്കുക. സോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും അത്. ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള കെമിസ്ട്രി ക്ലാസ്സുകളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മാക്സിമം പ്രൊഡക്റ്റീവായി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നമായിട്ടുള്ള SSLC ഫുൾ A+ വാങ്ങിക്കാൻ ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ എൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ് ഗൈസ്.